എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് 1000 ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു 100 കോടി രൂപയുടെ കാർ മേടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ 100 കോടി രൂപയുടെ കാർ മേടിക്കൽ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് 1000 രൂപ വീതം വെച്ച് കൂട്ടിത്തരാം എന്നാണ് പലരും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 100 കോടി രൂപയുടെ കാർ വേണ്ട. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു പശുത്തൊഴുത്ത് പണിതിട്ടുണ്ട്. ആ പശുത്തൊഴുത്തിന്റെ വില 23 ലക്ഷം രൂപയാണ്. ആ പശുത്തൊഴുത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനോടനുബന്ധിച്ച് ഒരു ചാണാക്കുഴി പണിതിട്ടുണ്ട്. ആ ചാണാക്കുഴിയുടെ വില 5 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ 23 5 28 ലക്ഷം രൂപ. ആ 28 ലക്ഷം രൂപയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 100 രൂപയെങ്കിലും കൂട്ടിത്തരാൻ ഈ സമരത്തിൽ നിന്ന് നിങ്ങളെ ഒരു സമാധാനമെങ്കിലും കൊടുക്കാൻ സാധിക്കും എന്നുള്ളിടത്താണ്. പ്രിയപ്പെട്ടവരെ, അതുപോലും ചെയ്യാതെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ എം ലിജു പറഞ്ഞു ഡിസ്കഷനാണ്, ഡിബേറ്റ് ആണ്, ഡിസന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ സർക്കാർ ഇന്ന് ചെയ്യുന്നത് ഡിസ്ട്രക്ഷൻ മാത്രമാണ്, തകർക്കൽ മാത്രമാണ്. സമൂലമായ മേഖലകളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ സർക്കാർ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് 15 കോടി രൂപയാണ്. 15 കോടി രൂപ. ഈ കണക്ക് പറയുമ്പോൾ പലരും നമ്മളോടൊക്കെ വിയോജിക്ക് രേഖപ്പെടുത്തും. കേരളത്തിന്റെ ക്ലിഫ് ഹൗസിൽ ഇത്രയും വലിയ ആഡംബര ജീവിതമൊക്കെ നടക്കുന്നുണ്ട് എന്ന് ചോദിക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രി, ഇവിടെ ബാക്കി എല്ലാവരും, നമ്മളെല്ലാവരും കേരളം കണിയൻ മുഴുകുന്ന നന്മ മിൽമ പാൽ ഉപയോഗിച്ച് ചായ കുടിക്കുമ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മിൽമ പാൽ ഉപയോഗിച്ച് ചായ ഇറങ്ങില്ലാത്തത് കാരണം 2 നല്ല ഇനം പശുക്കളെ മേടിച്ചിട്ടുണ്ട്. ആ പശുവിന്റെ വില 2 ലക്ഷം രൂപയാണ്. അതിനോടനുബന്ധിച്ചുള്ള പശുത്തൊഴുത്തിനും ചാണാക്കുഴിക്കും കൂടി 28 ലക്ഷം രൂപയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ലിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ 90 വയസ്സുള്ള VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന് ലിഫ്റ്റ് വേണ്ടി വന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലിഫ്റ്റ് വെക്കാൻ അവിടെ ചെലവഴിച്ചത് ലക്ഷങ്ങളാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞു എന്താണ്, ബഹുമാനപ്പെട്ട ലീഡർ പണ്ട് ക്ലിഫ് ഹൗസിൽ ഒരു നീന്തൽ കുളം പെടുന്നു. ആ നീന്തൽ കുളം പെടുന്നപ്പോ അന്ന് പ്രതിപക്ഷ നേതാവ് സഖാവ് EK നായനാറായിരുന്നു. സഖാവ് EK നായനാരുടെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് എന്താണ്, കരുണാകര ഭരണമൊന്നു മാറട്ടെ, താൻ കുളിച്ച ഈ കുളത്തിൽ പട്ടിയെ ഇറക്കി കുളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരാണ് ആ കുളത്തിൽ കുളിക്കുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട സഖാവ് നായനാരൊക്കെ എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇത്ര കൃത്യമായിട്ട് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിച്ചു. ഇനി അത് പോകട്ടെ, ആ നീന്തൽക്കുളം നവീകരിക്കാൻ വീണ്ടും മുടക്കിയ ലക്ഷങ്ങൾ. ഇപ്പോൾ കാറ് മേടിച്ചു അദ്ദേഹം, 3 ഇന്നോവ കാർ മേടിച്ചതിന് കോടികൾ മുടക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാർ മേടിക്കാൻ വീണ്ടും കോടികൾ മുടക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞതുപോലെ നവകേരള സദസ് സഞ്ചരിക്കുന്ന ഒരു പാലസ്, ഒരു കൊട്ടാരം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോ കേരളത്തിന്റെ CPM നേതാക്കന്മാരോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് ഈ ബസിന്റെ പ്രത്യേകത. അപ്പൊ സഖാവ് AK ബാലൻ പറഞ്ഞു ഈ ബസ് സാധാരണ ബസ്സല്ല, ഈ ബസ്സിൽ വലിയ സൗകര്യങ്ങളാണുള്ളത്. അത് മാത്രമല്ല, ഈ ബസ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്ത് വന്ന് ബസ്സിൽ നിന്ന് മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും എന്ന് പറഞ്ഞാൽ ആലയും ബാബയും 21 കള്ളന്മാരും, ഒന്നാം പറഞ്ഞേ കള്ളന്മാര്, അവരെ അങ്ങ് ഇറക്കി വിട്ടാൽ ഈ ബസ് നേരെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലേക്ക് വെക്കും. സഖാവ് AK ബാലൻ പറഞ്ഞു ആളുകൾ ക്യൂ നിൽക്കും. എന്തിനാ? ഈ ബസ് കാണാൻ വേണ്ടി. കാരണം എന്താ, ഈ ബസ്സിൽ പിണറായി വിജയന്റെ ആസനം പതിഞ്ഞതാണല്ലോ. അപ്പൊ വലിയ മഹത്വമുള്ള ബസ്സാണ്, ഇത് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുമെന്ന്. അവസാനം നവകേരള സദസ് കഴിഞ്ഞ് നമ്മൾ ഈ ബസ് നോക്കി മ്യൂസിയത്തിൽ പോയിട്ട് ബസ് കണ്ടില്ല. കമ്മാരൂർ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കി, അവിടെയും ബസ് കണ്ടില്ല. ബസ് കണ്ടത് കോഴിക്കോട് KSRTCയുടെ കട്ടപ്പുറത്താണ്. എന്ന് പറയുമ്പോൾ ആ ബസ്സിന് വേണ്ടി സർക്കാർ മുടക്കിയത് 2 കോടി രൂപ. അവസാനം ഇപ്പോ സർക്കാർ ഒരു നിലപാടെടുത്തു. എന്താണ്, ഇനി റോഡിലൂടെ യാത്രയില്ല. കാരണം ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ യാത്ര ചെയ്താൽ ഇവിടെ ആശാ വർക്കർമാർ, അവിടെ അംഗനവാടി ജീവനക്കാർ, അവിടെ അതിന്റെ തൊട്ടപ്പുറം സ്വന്തം പാർട്ടിയിലെ ജീവനക്കാർ എല്ലാവരും സമരത്തിലാണ്. ഇപ്പൊ പുള്ളി ഒരു തീരുമാനം എടുക്കും, ഇനി റോഡിലൂടെ യാത്രയില്ലാത്തത് കാരണം ആകാശത്തിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മാസം 80 ലക്ഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന കണക്കിന് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ ധൈര്യമായി ഇത് കേൾക്കുന്ന ഏത് ഇടതുപക്ഷ CPM, ഇടതുപക്ഷം അല്ലട്ടോ, CPM എന്ന പ്രവർത്തകരും എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. 80 ലക്ഷം രൂപ മാസം മുടക്കി, 10 കോടി രൂപ വർഷം മുടക്കി ഇപ്പൊ ഹെലികോപ്റ്റർ വാടക എടുത്തിരിക്കുക. കാരണം എന്താ, ഈ സമരമൊന്നും കാണാതിരിക്കാൻ, ഈ പ്രതിഷേധമൊന്നും നിയമപ്പെടുത്താതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ,
അങ്ങനെയാണ് കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ കേരളത്തിന്റെ ക്ലിഫ് ഹൗസിൽ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി മുടക്കിയത് 15 കോടി രൂപയാണ്. ആ 15 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചാൽ 6 മാസം 7 മാസത്തിനുള്ള പണമാകും. എന്നിട്ടാണ് ഇവിടെ മന്ത്രിമാർ പറയുന്നത് പണമില്ല സർക്കാരിന്റെ കയ്യിൽ എന്ന്. ഇപ്പൊ വീണ്ടും 4 കൊല്ലത്തെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതിനുവേണ്ടി ബസ് നവീകരിക്കാൻ വീണ്ടും 1 കോടി രൂപ മുടക്കാൻ പോവുകയാണ്. ഇതൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രി നമ്മളോടാ പറയുന്നത് എന്ത്? നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം. ആര്? നമ്മള്. പുള്ളി കൊടുക്കില്ല, പുള്ളി മക്കൾ കൊടുക്കില്ല. നിങ്ങൾ ഉറുമ്പ് ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കിക്കണം. ആര്? നമ്മൾ നോക്കണം. ഇത് പാവപ്പെട്ട 5000 7000 ഓണറേറിയം കിട്ടുന്ന ആശാവർക്കർമാരെ നോക്കണം ഉറുമ്പ് ഭക്ഷണം കഴിച്ചോ എന്ന്. പുള്ളി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആഡംബര ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രിയും പരിവാരവും നോക്കില്ല അത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, നിങ്ങളുടെ ഈ സമരം അത് തീർക്കണമെങ്കിൽ നിമിഷ നേരം മതി ഈ സർക്കാരിന്. പക്ഷേ ഇത് തീർക്കണ്ട എന്നുള്ള വലിയ ചിന്തയും വലിയ ധാർഷ്ട്യവും വലിയ അഹങ്കാരവുമാണ്. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു സമരവും തുടക്കം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് 39ാമത്തെ ദിവസമാണ് ഈ നിരാഹാര സമരത്തിലേക്ക് കിടക്കുന്നത്. വർഷക്കണക്കിനെടുത്തിട്ടാണ് മഹാത്മാഗാന്ധി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് വമ്മ കടത്തിയത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ സമരം ഒരു കാരണവശാലും പരാജയപ്പെടാൻ പോകുന്നില്ല. അത് പരാജയപ്പെടാൻ അനുവദിക്കില്ല, അത് പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സഹന സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ, എന്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ കൂടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കൂടെ ഞങ്ങളുടെ പ്രസ്ഥാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഹൃദയാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.